US-ൽ കോടിക്കണക്കിന് ഡോളറിൻ്റെ യുദ്ധസാമഗ്രി നമ്മൾ വാങ്ങുന്നു, യുദ്ധവിമാനങ്ങൾ വാങ്ങുന്നു. ഇപ്പോൾ പറയുന്നത് F-35 വിമാനങ്ങളല്ലേ. ഈ F-35 വിമാനങ്ങളെ ഈ ഇലോൺ മസ്ക് തന്നെ പറയുന്ന വലിയ ചെലവുള്ളത്, മോശം വിമാനങ്ങൾ, വലിയ ചെലവുള്ളതാണ്, കൊണ്ടു നടക്കാൻ ബുദ്ധിമുട്ടുള്ളതെന്ന് പറയുന്നതാണ് നമുക്ക് തരാൻ പോകുന്നത്. അതിലാണ് നമ്മളിപ്പോൾ അഭിമാനം കൊണ്ടുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതാണിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കാരണം. ഇനി ഇന്ത്യ തീരുവ കുറയ്ക്കാമെന്നുള്ള കാര്യത്തിലും നമ്മളെ പ്രധാനമന്ത്രി ഇരുത്തിക്കൊണ്ടാണ് ഇന്ത്യയുടെ തീരുവ വളരെ കൂടുതലാണ് എന്ന രൂപത്തിൽ, അപമാനിക്കുന്ന രൂപത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി അങ്ങനെയല്ല, അത് കുറയ്ക്കുന്ന രൂപത്തിലേക്ക് ഒരു ചർച്ച പോവുകയാണെങ്കിൽ അമേരിക്കയുടെ കാര്യത്തിൽ മാത്രം ഇന്ത്യക്ക് അങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ പറ്റില്ല. മറ്റ് രാഷ്ട്രങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കണം. ഒരു അന്താരാഷ്ട്ര ഉടമ്പടി അക്കാര്യത്തിലുണ്ട്. അപ്പോൾ അത് അങ്ങനെ സംഭവിക്കാതിരിക്കുകയാണെങ്കിൽ ആ ഉടമ്പടി തെറ്റിച്ചുകൊണ്ടാണോ നമ്മൾ അമേരിക്കയുടെ കാര്യത്തിൽ മറ്റൊരു നിലപാടെടുക്കുന്നത്? അതിൽ വ്യക്തതയില്ല. അപ്പോൾ അതങ്ങനെ ഒരു കാര്യം. പിന്നെ അവർക്ക് നമ്മൾക്ക് അവരെയാണ് വേണ്ടത് എന്ന രൂപത്തിലാണ് ആ ചർച്ചകൾ മുഴുവൻ പോയിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഇന്ത്യ വലിയ വിപണിയാണല്ലോ. വലിയ വിപണിയാകുമ്പോൾ അമേരിക്കയെ സംബന്ധിച്ചാലും റഷ്യയെ സംബന്ധിച്ചാലും ചൈനയെ സംബന്ധിച്ചാലും ഇന്ത്യൻ വിപണിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുക എന്നുള്ളത് അവർക്ക് കൂടിയുടെ ആവശ്യമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് നമ്മുടെ നിലപാടെടുത്തുകൊണ്ട് അതിൽ ഒരു പവറുണ്ട്. ആ പവർ നമ്മൾ ഉപയോഗിച്ചില്ല. ഒരു വാണിജ്യ മേധാവിത്വം ആ രൂപത്തിൽ നമ്മൾ അംഗീകരിക്കേണ്ടതില്ല. പക്ഷേ അത് അംഗീകരിക്കുന്ന രൂപത്തിലേക്കാണ് പോയിട്ടുള്ളത്. ഇതുവരെയുള്ള സർക്കാരുകളിൽ നമ്മൾ കണ്ട ഒരു സർക്കാരിലും ഈ രൂപത്തിൽ ഒരു വിധേയത്വം, ഒരു സഹകരണം അത് വലിയ രൂപത്തിലൊക്കെ ആഘോഷിക്കപ്പെടാറുണ്ട്. പല കാര്യങ്ങളും നമ്മൾ ആണവ കരാറും ആ രൂപത്തിൽ ആഘോഷിച്ചു. അപ്പുറത്ത് CPM എതിർത്ത് പോയെങ്കിലും അതിലും നേട്ടങ്ങൾ ഉണ്ടായോ എന്നുള്ള കാര്യം പിന്നീട് ചർച്ചയ്ക്ക് വരുമ്പോൾ വർഷങ്ങളോളം അതിൽ എത്രത്തോളം വൈകലുണ്ടായി, അതിൽ എന്ത് സംഭവിച്ചു എന്നുള്ളതൊക്കെ ഇപ്പോഴും അവിടെ നിൽക്കുകയാണല്ലോ.